കേരള രാഷ്ട്രീയത്തിൽ കേരള കോൺഗ്രസ് എന്ന വാക്കിന് ഒരു പ്രത്യേക വശ്യതയുണ്ട്. പലവട്ടം പിളർന്നപ്പോഴും പല മുന്നണികളിലായി ചേക്കേറിയപ്പോഴും ഈ പാർട്ടിക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ, പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിൽ വലിയ സ്വാധീനം നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയേറെ വെല്ലുവിളികൾക്കിടയിലും കേരള കോൺഗ്രസ് ഇത്ര പ്രസക്തമാകുന്നത്? വൈറലായി ജെറി പൂവക്കാലയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മലയാളത്തിലെ എല്ലാ ദൃശ്യ മാധ്യമങ്ങളും നവമാധ്യമങ്ങളും കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയുടെ പിന്നാലെയായിരുന്നു. പൊടിപ്പും തൊങ്ങലും ചേർത്ത് ധാരാളം വാർത്തകൾ ജോസ് കെ മാണിക്ക് അനുകൂലമായും പ്രതികൂലമായും വന്നു. ഒട്ടുമിക്ക ദൃശ്യമാധ്യമങ്ങളും നവമാധ്യമങ്ങളും എഴുതിപ്പിടിപ്പിച്ചത് ജോസ് കെ മാണി UDF-ൽ ചേർന്നില്ലെങ്കിൽ ഇതോടെ ജോസ് കെ മാണിയുടെയും പാർട്ടിയുടെയും അന്ത്യം എന്ന നിലയിലായിരുന്നു. എന്നാൽ ഈ അവസരത്തിൽ ജെറി പൂവക്കാല എന്ന സാമൂഹ്യ നിരീക്ഷകൻ തന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ച കുറിപ്പ് ശ്രദ്ധേയമാകുന്നു. അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: കേരള രാഷ്ട്രീയത്തിൽ കേരള കോൺഗ്രസ് എന്ന പേരിന് ഒരു പ്രത്യേക വശ്യതയുണ്ട്. പലവട്ടം പിളർന്നപ്പോഴും പല മുന്നണികളിലായി ചേക്കേറിയപ്പോഴും ഈ പാർട്ടിക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ, പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിൽ വലിയ സ്വാധീനം നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയേറെ വെല്ലുവിളികൾക്കിടയിലും കേരള കോൺഗ്രസ് ഇത്ര പ്രസക്തമാകുന്നത്? ഇതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളുണ്ട്. കോട്ടയം എന്ന ശക്തി കേന്ദ്രം, പിന്നെ KM മാണി എന്ന വ്യക്തി പ്രഭാവം. കോട്ടയം പാർട്ടിയുടെ ഹൃദയമിടിപ്പ്. കേരള കോൺഗ്രസിന്റെ ജനനവും വളർച്ചയും കോട്ടയത്തിന്റെ മണ്ണിലായിരുന്നു. മധ്യ തിരുവിതാംകൂറിലെ ക്രൈസ്തവ സഭകളും കർഷകരും ഈ പാർട്ടിയെ തങ്ങളുടെ രക്ഷകരായി കണ്ടു. കർഷക അടിത്തറ. റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ നിയമസഭയിൽ മുഴങ്ങണമെങ്കിൽ കേരള കോൺഗ്രസ് വേണമെന്ന ചിന്ത ഒരു വിഭാഗം വോട്ടർമാർക്കിടയിൽ ഇപ്പോഴും ശക്തമാണ്. അടുത്തത് പ്രാദേശിക സ്വാധീനമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുതൽ സഹകരണ ബാങ്കുകൾ വരെ നീളുന്ന ഒരു വലിയ ശൃംഖല കോട്ടയത്ത് പാർട്ടിക്കുണ്ട്. ഇത് താഴെത്തട്ടിൽ പാർട്ടിയെ വേരോട്ടമുള്ളതാക്കുന്നു. അടുത്തതായി KM മാണി എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞൻ. കേരള കോൺഗ്രസിന്റെ ചരിത്രം KM മാണി എന്ന പേര് മാറ്റി നിർത്തിക്കൊണ്ട് എഴുതാനാകില്ല. മറ്റൊന്നാണ് അധ്വാന വർഗ സിദ്ധാന്തം. സാധാരണക്കാരായ കർഷകരെയും തൊഴിലാളികളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ മാണി മുന്നോട്ട് വെച്ച ഈ സിദ്ധാന്തത്തിന് വലിയ സ്വീകാര്യത ലഭിച്ചു. അടുത്തത് ബജറ്റ് മാതൃകൻ. 13 ബജറ്റുകൾ അവതരിപ്പിച്ച മാണി ഭരണകൂടത്തിന്റെയും ഫണ്ടിന്റെയും വിതരണം എങ്ങനെ തന്റെ രാഷ്ട്രീയ അടിത്തറ ഭദ്രമാക്കാൻ ഉപയോഗിക്കാമെന്ന് കൃത്യമായി കാണിച്ചു തന്നു. അതിന്റെ ഇമ്പാക്ട് ഇപ്പോഴുമുണ്ട്. അടുത്തത് ബന്ധങ്ങൾ. സഭാ നേതൃത്വങ്ങളുമായും സമുദായ നേതാക്കളുമായും അദ്ദേഹം പുലർത്തിയിരുന്ന ആത്മബന്ധം വോട്ട് ബാങ്ക് സുരക്ഷിതമാക്കാൻ സഹായിച്ചു. അടുത്തത് മുന്നണികളിലെ കിങ് മേക്കർ. കേരളത്തിലെ 2 പ്രമുഖ മുന്നണികൾക്കും കേരള കോൺഗ്രസിനെ അവഗണിക്കാൻ കഴിയില്ല. അതിന് കാരണം വോട്ട് വിഹിതമാണ്. മധ്യ കേരളത്തിലെ 15 മുതൽ 20 വരെയുള്ള സീറ്റുകളിൽ വിജയികളെ തീരുമാനിക്കാനുള്ള ശേഷി ഇവർക്കുണ്ട്. മറ്റൊന്നാണ് സ്ഥിരതയുള്ള വോട്ട് ബാങ്ക്. പാർട്ടി പിളർന്നാലും ഓരോ ഗ്രൂപ്പിനും കൃത്യമായ വോട്ട് ബാങ്ക് ഉണ്ട് എന്നത് മുന്നണികളെ ഇവരിലേക്ക് ആകർഷിക്കുന്നുണ്ട്. റോഡുകൾ, പാലങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയുടെ വികസനത്തിനായി ഈ പാർട്ടി എന്നും മുൻകൈയെടുത്തിട്ടുണ്ട്. ചെറിയ പാർട്ടിയാണെങ്കിലും മുന്നണി രാഷ്ട്രീയത്തിൽ തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള വിലപേശൽ ശേഷി ഇവർക്കുണ്ട്. ഇത് തങ്ങളെ വിശ്വസിക്കുന്ന വോട്ടർമാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അവരെ സഹായിക്കും. ചുരുക്കത്തിൽ വെറും രാഷ്ട്രീയ പാർട്ടി എന്നതിലുപരി കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു പ്രഷർ ഗ്രൂപ്പായി പ്രവർത്തിക്കാൻ സാധിക്കുന്നു എന്നതാണ് കേരള കോൺഗ്രസിന്റെ ഏറ്റവും വലിയ വിജയം. KM മാണിയുടെ കാലശേഷം ജോസ് കെ മാണിയും PJ ജോസഫും വ്യത്യസ്ത ചേരികളിലായപ്പോഴും കോട്ടയത്തിന്റെ മണ്ണിൽ ഈ രാഷ്ട്രീയത്തിന് ഇന്നും വേരോട്ടമുണ്ട്. സമുദായ സമവാക്യങ്ങളും കർഷക താല്പര്യങ്ങളും കോട്ടയം നിലനിൽക്കുന്നിടത്തോളം കാലം കേരള രാഷ്ട്രീയത്തിൽ കേരള കോൺഗ്രസിന്റെ പിടി അയയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ജെറി പൂവക്കാല കുറിപ്പ് അവസാനിപ്പിച്ചത്.